നമസ്കാരം, എല്ലാവർക്കും റീഷാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പിൻ്റെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ്. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി കഥക് കലാകാരനാണ് അദ്ദേഹം. ലോക പയർവർഗ്ഗ ദിനത്തിൻ്റെ ഫെബ്രുവരി 10 ലോക പയർവർഗ്ഗ ദിനത്തിൻ്റെ പ്രമേയം പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ് എന്നതാണ്. പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ്. AI ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെ? AI ആക്ഷൻ ഉച്ചകോടി നടന്നത് ഫ്രാൻസിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഉച്ചകോടിയിൽ ഇന്ത്യക്ക് സഹാധ്യക്ഷ സ്ഥാനം ഉണ്ടായിരുന്നു. അടുത്ത ഉച്ചകോടിക്ക് ഇന്ത്യ വേദിയാകും. IVFലൂടെ ലോകത്തിലാദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 96-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ഡെൻമാർക്കിനാണ്. രാജ്യത്ത് ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം ഏത്? പച്ചക്കറി ശാസ്ത്ര വിഭാഗം, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കരയിലെ കേരള കാർഷിക സർവകലാശാലയിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗമാണ് രാജ്യത്ത് ആദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി വില്ല ഉണ്ടാക്കിയ കമ്പനി മദ്രാസ് IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പായ ത്വസ്ത. വില്ല സ്ഥാപിച്ചത് പൂനെയിലാണ്. മദ്രാസിലെ IITയിൽ രൂപം കൊണ്ട സ്റ്റാർട്ടപ്പാണ് ത്വസ്ത. ഇന്ത്യയിൽ ആദ്യമായി 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി വില്ല ഉണ്ടാക്കിയ കമ്പനിയാണ് ഇത്. അടുത്തിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂരാണ്. മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഗ്യാനൻസാണ്. രാജ്യത്തെ ആദ്യ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘം. 38-ാം ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസാണ്. 38-ാം ദേശീയ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസാണ്. 2-ാം സ്ഥാനം ഹരിയാനയ്ക്കാണ്. വേദി ഉത്തരാഖണ്ഡാണ് വേദി. കേരളത്തിൻ്റെ സ്ഥാനം കൂടി നോക്കി വയ്ക്കുക. 14-ാം സ്ഥാനം മറ്റായിരുന്നു. 1985 രസതന്ത്ര നോബൽ ജേതാവിനെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ അംഗമായ ഈയിടെ അന്തരിച്ച ബയോ കെമിസ്റ്റ് ആരാണ്? ഡോക്ടർ മാധവ ഭട്ടതിരിയാണ്. 1985 രസതന്ത്ര നോബൽ ജേതാവിനെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ അംഗമായ ഈയിടെ അന്തരിച്ച ബയോ കെമിസ്റ്റ് ഡോക്ടർ മാധവ ഭട്ടതിരി. അടുത്ത ചോദ്യം, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ ജ്ഞാനേഷ് കുമാറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ ജ്ഞാനേഷ് കുമാർ. തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി വിവേക് ജോഷിയെയും നിയമിച്ചു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി വിവേക് ജോഷിയെയും നിയമിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.